ബിഗ് ബോസിൽ വീണ്ടും ഒരു പുറത്തേക്ക് പോകലോ? അതേ കൂട്ടുകാരെ, നമ്മുടെ ഷാനവാസ് ബിഗ് ബോസിൽ നിന്നും പുറത്തേക്ക് പോകുമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ പ്രേക്ഷകർക്കുള്ളിലേക്ക് വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ ഷാനവാസും റിയാസും തമ്മിലൊരു കയ്യേറ്റം നടക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തന്നെ അതിന്റെ പേരിൽ നമ്മുടെ ഷാനവാസ് പുറത്തു പോകാൻ തന്നെയായിരിക്കും സാധ്യത കൂടുതൽ. കാരണം നമ്മുടെ ഷാനവാസ് ഇന്ന് നമ്മുടെ റിയാസിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെ റാഗിങ്ങും മുതലാളിത്തരവും ഒന്നും നടക്കത്തില്ല, ഇവിടെ ഗസ്റ്റുകളല്ല ഞങ്ങൾ പൈസ തരുന്നേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ റിയാസിന്റെ അടുത്ത് റിയാസ് ഒക്കെ പറയുന്നതൊന്നും അനുസരിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഷാനവാസ് തിരിച്ചു മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പൊ റിയാസ് ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ആഹാ, കൊള്ളാലോ ഇവിടുത്തെ ആൾക്കാര്, എനിക്ക് കുറച്ച് വേസ്റ്റ് വേണം ഇവിടെയൊക്കെ വിതറാൻ എന്നും പറഞ്ഞിട്ട് നമ്മുടെ റിയാസ് നേരെ വാഷ്റൂമിൽ ചെന്നിട്ട് അവിടുത്തെ ആ ഒരു വേസ്റ്റ് ബിൻ എടുത്തുകൊണ്ട് വന്ന് അതിലത്തെ ആ ഒരു ടിഷ്യൂ പേപ്പർ മൊത്തം, അതിൽ എന്തൊക്കെ വേസ്റ്റ് ഉണ്ട് അത് സകലത്തും ഹോളിൽ കൊട്ടി വലിച്ചെറിഞ്ഞിടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷാനവാസ് വേഗം തന്നെ ഇങ്ങോട്ടേക്ക് നമ്മുടെ റിയാസിന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഇനി ഇവർ തമ്മിൽ വല്ല കയ്യേറ്റം നടന്നാൽ പിന്നെ നമ്മുടെ ഷാനവാസ് പിന്നെ പുറത്തായി. നമ്മുടെ റിയാസ് ഇരിക്കുമ്പോൾ നമ്മുടെ റോബിനെ പുറത്താക്കിയത് ഇങ്ങനെയായിരുന്നു, ചെറിയൊരു ഉന്തും തള്ളും വന്നപ്പോഴാണ് അതിന്റെ പേരിൽ നമ്മുടെ റിയാസ് പുറത്താക്കിയത്. അപ്പൊ ഇവിടെ നമ്മുടെ ഷാനവാസ് എന്തെങ്കിലും ചെയ്താൽ നമ്മുടെ റിയാസ് അത് കയ്യും കെട്ടി നോക്കി നിൽക്കും എന്നൊന്നും കരുതണ്ട, അല്ലെ? അപ്പൊ നമ്മുടെ ഷാനവാസ് ഇനി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിൽ വരുന്നത് കേട്ടോ. പിന്നെ എന്തൊക്കെ ഭൂകമ്പം, എന്തൊക്കെ ചൂട് പിടിപ്പിക്കുന്ന രംഗങ്ങളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്, അല്ലെ പ്രേക്ഷകർ? അപ്പൊ ബിഗ് ബോസ് എന്ന് തീരുമാനിക്കും എന്നുള്ളതും കൂടി നിർണായകമാണ്, അല്ലെ? കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.